ഹായ്, നമ്മുടെ കിറ്റിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷങ്ങൾക്കായി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ ഈ ഒരു ഹെയർ ബാൻഡ് നമുക്ക് ചെയ്തെടുക്കാം. ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഹെയർ ബാൻഡിൻ്റെ രണ്ടറ്റത്തും ഒട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള എൻ്റെ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കിറ്റിൽ വരുന്നതാണ്. ഇതിൽ നിന്നും നമ്മൾ ഇതുപോലെയുള്ളൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ സ്റ്റിക്കർ ഇതുപോലെ പറിച്ചെടുത്തിട്ട് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ബീഡ്സ് എടുക്കുന്നുണ്ട്. ഇത് 4 mm സൈസിലുള്ളതാണ്. ഇതിനെ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൽ ഓരോന്നായിട്ട് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ ബീഡ്സും ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബീഡ്സൊക്കെ ഇതുപോലെ അങ്ങനെ ഇളകിയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ബീഡ്സിൻ്റെ ഗ്യാപ്പിലും നമ്മൾ ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഹെയർ ബാൻഡിൻ്റെ പകുതിയിലധികം ഭാഗത്ത് നമ്മൾ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് വശത്താണോ ഫ്ലവർ വേണ്ടത് ആ ഒരു ഭാഗം വരെ നമ്മൾ ബീഡ്സ് കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ കോർത്തെടുത്തിട്ടുള്ള അവസാന ബീഡ്സിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഫോം ഫ്ലവർ വെക്കുന്നുണ്ട്. നമ്മൾ ഓറഞ്ച് കളറാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. ഫോം ഫ്ലവറിനെ നമ്മൾ ഹെയർ ബാൻഡിൽ ചേർത്ത് പിടിച്ചിട്ട് അതിൽ ആ ഒരു വയർ വെച്ചിട്ട് ഹെയർ ബാൻഡിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു വയർ ഫുള്ളായിട്ടും ഇതുപോലെ ഹെയർ ബാൻഡിൽ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി വരുന്ന 2 ഫ്ലവറും നമ്മുടെ ഹെയർ ബാൻഡിലൊന്ന് ചുറ്റിയെടുക്കണം. നമ്മൾ ഫ്ലവർ ഇതുപോലെ ഹെയർ ബാൻഡിനോട് ചേർത്ത് പിടിച്ചിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ 3 ഫ്ലവറും ഇതുപോലെ ഹെയർ ബാൻഡിൽ ചുറ്റിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗത്തുകൂടി നമ്മുടെ വൈറ്റ് ബീഡ്സ് കോർത്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ബീഡ്സിൻ്റെ ഗ്യാപ്പിലും നമ്മൾ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഹെയർ ബാൻഡ് ഫുള്ളായിട്ട് കോർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് എൻഡ് ടേപ്പ് ഒട്ടിക്കണം. അതിനായിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഇത്രയും ഭാഗത്ത് നമ്മൾ ഈ ഒരു എൻഡ് ടേപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫോം ഫ്ലവറിലെ താഴെയുള്ള കമ്പിയുടെ ഭാഗങ്ങളൊന്നും കുട്ടികളുടെ മുടിയിൽ കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഞാനിവിടെ പേപ്പർ ക്യാൻവാസാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പേപ്പർ ക്യാൻവാസ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മുടെ B7000 ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ഫ്ലവറിന് താഴെയായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പേപ്പർ ക്യാൻവാസിന് പകരം നമുക്ക് ഫെൽറ്റ് ഷീറ്റും ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫോം ഫ്ലവർ ഹെയർ ബാൻഡിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഒട്ടി നിൽക്കുകയും ചെയ്തോളും. അതുപോലെ കുട്ടികളുടെ മുടിയിൽ കുരുങ്ങുന്ന ആ ഒരു പ്രശ്നവും ഇല്ലാതാവും. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.